എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ആണെങ്കിൽ എനിക്ക് വീഡിയോ എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ വയ്യാത്തതുകൊണ്ട്, ലെഫ്റ്റ് കൈ കൊണ്ട് എടുക്കുക വയ്യാത്തതുകൊണ്ട് എനിക്ക് പറ്റില്ല. പിന്നെ ഞാൻ ഒരു കൈ കൊണ്ട് ഓരോ ഇതെല്ലാം ചെയ്ത്, പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്തു, പിന്നെ മമ്മി വന്ന് ഹെൽപ്പ് ചെയ്തു. അങ്ങനെയൊക്കെ ഇന്നലത്തെ ദിവസം തന്നെ. അതുകൊണ്ട് എൻ്റെ കൈക്ക് ഭയങ്കര പെയിനായിരുന്നു. എനിക്കിന്നലെ തീരെ വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സാറ്റർഡേ, ഞാൻ രാവിലെ എഴുന്നേറ്റ് 7 മണിയായപ്പോൾ എഴുന്നേറ്റായിരുന്നു. സാറ്റർഡേ അല്ലേ. അപ്പോൾ അതേ ചായക്ക് വെള്ളം വെച്ചു. ഇനി ദോശയും ചമ്മന്തിയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി നടക്കട്ടെ. ഇന്നത്തെ വീട്ടിൽ ഒരു പ്രാവ് കുഞ്ഞ്, അതെന്ന് വെച്ചാൽ പൂച്ച പിടിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നു അത് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബക്കനകത്ത്. അപ്പം അവനും അത് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഞാൻ കാണിക്കുന്ന അവനും എടുക്കാൻ പറ്റിയില്ല ഈ പ്രാവൻകുട്ടീനെ. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതിനകത്തുനിന്ന് പറക്കാനും പറ്റാത്ത സിറ്റുവേഷൻ. അപ്പോൾ ഒരു പേടിയുണ്ട് പാവത്തിന്. കഷ്ടം, പാവം നോക്കിയിരിക്കുന്ന കണ്ടോ, പാവം. ഞാൻ വേഗം ബക്കറ്റിനെടുത്ത് ഇതിനകത്ത് കൊണ്ടുവന്നു. കാരണം ആടെ അരി കൊത്തി കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഉണ്ടോ രാവിലെ ഒരു പ്രാവും കുഞ്ഞ്. ഇതിനെ പറത്തി ഇട്ട് നോക്കട്ടെ. എടാ ഇനി പറത്തി തരട്ടെ. പറന്നു പോയേ. പറന്നു പോടാ. പറക്കടാ. പറന്നെല്ലാം തന്നെ പൂച്ച പിടിക്കും. പറക്കകള്. പറക്കടാ. നീ പറക്കാൻ പറ്റുന്നില്ലയോ? ചെറുക മുറിഞ്ഞോക്കളെ. അയ്യോ, ഇന്ന് വീഡിയോ ബാലൻസിൽ ഇന്നലെ എടുക്കാഞ്ഞുകൊണ്ടായിരിക്കും. ഇന്ന് എടുക്കാൻ അങ്ങ് വിട്ടുപോയായിരുന്നു. അടിപൊളി ഉണ്ടോ മീൻകറി ഉണ്ടായിരുന്നുണ്ടോ. മീൻകറി വെച്ച് നല്ല മീൻകറിയായിരുന്നു. നല്ല മമ്മിയുടെ അടിപൊളി പുളിശ്ശേരി ഉണ്ടായിരുന്നു. കോവയ്ക്ക മെഴുക്കുവരട്ടി ആയിരുന്നു കേട്ടോ. കുറേയൊക്കെ കഴിഞ്ഞു. അത് കണ്ടോ. ഞാൻ ഉച്ചയ്ക്ക് എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. അതിൻ്റെ ബാലൻസാണ് ഇത്രയുള്ളത്. ഏതാണ്ട് ചോറ്, ഇനി രാത്രിയിലും ചോറായതുകൊണ്ട് ചോറ് കുറേയൊക്കെ ഇരിപ്പുണ്ട്. ഇന്നത്തെ രാവിലത്തെ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ അത് കുറേയൊക്കെ കാണിക്കാനായിട്ടങ്ങ് വിട്ടുപോയി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കുറച്ചു ജൂലിയം കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകുന്നത് 5ാമത്തെ ദിവസമാണ് ജൂലിയം കൊണ്ട് പോകുന്നത്. അപ്പോൾ അന്നേരം നമ്മളിനി ജൂലിയം കൊണ്ട് പോയിട്ട് വരാം കേട്ടോ. ഹോസ്പിറ്റലിൽ കൊണ്ടുള്ള തിരക്ക്. ഉറക്കം വരികയൊക്കെ ചെയ്യുന്നു. ഇതെൻ്റെ വീണ്ടും ഇന്ന് 5ാമത്തെ ദിവസം നദിയൊക്കെ എത്തി. ഇന്ന് 5ാമത്തെ ദിവസം ഇന്ന്. അപ്പോൾ ഇനി 2 ദിവസം കൂടി ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടത് കഴിഞ്ഞിട്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞത്. യൂട്രസ് റിമൂവ് ചെയ്യാനുള്ള സർജറി. അപ്പോൾ അതൊരു 7 ദിവസത്തെ ആൻറ്റിബയോട്ടിക് എന്നാണ് പറഞ്ഞത്. ഇനി അറിയില്ല എങ്ങനെയാണെന്ന്. ഇരിക്കുന്നുണ്ട്. വണ്ടി വെച്ചിട്ട് പോയേക്കുന്നുണ്ട്. KL01T 6219. ഒരു ഒരു മനുഷ്യച്ചങ്ങലയ്ക്ക് വേണ്ടിയിട്ട് കണ്ടോ. നോക്കൂ, ഫുള്ള് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. നോക്കൂ. അപ്പോൾ വണ്ടി പോലെ എങ്ങനെ എറിയാണ്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടങ്ങ് പോയേക്കുക. നമുക്കൊരു വണ്ടി തിരിക്കാനോ എടുക്കാനോ പറ്റാത്ത രീതിയിൽ അങ്ങ് വണ്ടി എടുത്ത് വെച്ചിട്ടങ്ങ് പോകും. നോക്കുക.
അപ്പോൾ ഇത് എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നൊരു കുഞ്ഞിതേ ഇപ്പോൾ തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുകൂടെ ഫുഡ് കഴിക്കാൻ പോകുന്ന പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന രംഗമാണ് കാണിക്കുന്നത്. അപ്പോൾ കൂടെയുള്ളത് കൂടെയുള്ളത് എൻ്റെ അപ്പുമോളാണ്. ഞങ്ങളുടെ അറബി നാട്ടിൽ പോയി ഫുഡ് കഴിക്കേണ്ട ഒട്ടകത്തെ കണ്ടോ. എന്നിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇതിൻ്റെ പേരൂടെ കാണിക്കാം. അപ്പോൾ മനസ്സിലാവും നമ്മൾ അറബി നാട്ടിൽ പോയതാണെന്നുള്ളത്. പോകുന്നു പെട്ടോ ഭയങ്കര അപ്പോൾ തേട്ടെ നമ്മളിവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ അപ്പുമോളിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈൻഡപ്പ് ചെയ്യാതിരിക്കുന്നു. അപ്പോൾ അത് ഇന്ന് ഇപ്പോൾ സമയം 10:29 10:30 കഴിഞ്ഞു അല്ലേ. 10:30 കഴിഞ്ഞ് ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങിയപ്പം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായി കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ. വീണ്ടും ഞാൻ ഇതുപോലെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എല്ലാവരുടെ മുമ്പിലേക്ക് എത്തുന്നതൊക്കെ എല്ലാവരോടും ടാറ്റ. റോഡിൽ നിന്ന് എൻ്റെ വീഡിയോ നിർത്തുക കേട്ടോ. ഓക്കേ,